ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നാട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസിങ്ങുകളും ചെയ്യുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. നാട്ടിൽ പോകുന്നുള്ളത് ഞാനല്ല കേട്ടോ, എൻ്റെ അനിയന് പോകുന്നുണ്ട്. അവന് വന്നിട്ടിപ്പോൾ 1 year ആയി. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് നാട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവന് എന്താ വാങ്ങണ്ടേന്നൊന്നും അറിയില്ല. അങ്ങനെ എന്നെയും കൂടി കൂട്ടിയതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു ചെരുപ്പിൻ്റെ ഷോപ്പിലേക്ക് വന്നതാണ്. ഉപ്പാക്കും ഉമ്മാക്കും ചെരുപ്പെല്ലാം നോക്കാനുണ്ടായിന്. അങ്ങനെ ഇപ്പോൾ ഇതാ ഓരോന്നേ ഇങ്ങനെ സെലക്ട് ആക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. അത്യാവശ്യം നല്ല കളക്ഷനെല്ലാം ഉണ്ടായും ചെരുപ്പിൻ്റെ. പിന്നെ ഉപ്പ ഇടൽ ഇങ്ങനത്തെ ടൈപ്പ് ചെരുപ്പാണ്. പണ്ട് മുതലേ ഉപ്പ ദുബൈയിലുണ്ട ടൈമിൽ ഇങ്ങനത്തെ ടൈപ്പ് ചെരുപ്പാണ് ഇടൽ. വേറെ ഏത് മോഡലൊന്നും അങ്ങനെ ഇടൂല. അങ്ങനെ ഇപ്പോൾ ലേഡീസിൻ്റെ കളക്ഷനും അത്ര വലിയതൊന്നുമില്ല. പക്ഷേ ഉമ്മ ഇടുന്ന അങ്ങനത്തെ ടൈപ്പെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾക്കൊന്നും അങ്ങനെ വലിയ മോഡേണായിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ ഇതാ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ കോളാക്കിയിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ് ഏതാ വേണ്ടതെന്നല്ലോ. ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചെരുപ്പാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഇതിൽ കളറിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിന് ഏതാ എടുക്കേണ്ടതെന്ന്. എല്ലാം നല്ല രസമുണ്ടായിന്. കാലിലിട്ടിട്ടായാലും നല്ല രസമുണ്ടായിന്. ഇങ്ങനെ ഉമ്മാക്ക് ഇങ്ങനത്തെ ടൈപ്പെല്ലാം ഇഷ്ടമാവും. ഇങ്ങനത്തെ എടുക്കൽ. ഇപ്പോൾ ഇതാ ഈ കളർ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. നല്ല ഉണ്ടായിനത് കാലിലിട്ടിട്ട് കാണാനെല്ലാം. അങ്ങനെ ഇതാ കുറച്ച് പെർഫ്യൂംസ് എല്ലാം നോക്കി. ഇങ്ങനെ നമ്മൾ പുറത്ത് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല സ്മെല്ലുള്ളത് നോക്കിയിട്ട് 2 എടുത്ത്. പിന്നെ നേരെ പോയത് നൈറ്റ് വാങ്ങാനാണ് കേട്ടോ. നൈറ്റിൻ്റെ ഷോപ്പ് ഇവിടെ തന്നെയാണ്. അപ്പോൾ പിന്നെ കോട്ടൻ്റെ നൈറ്റി ഉണ്ടാകുന്നില്ലേ, നല്ല രസമാണ് ഇവിടുത്തെ നൈറ്റി. അങ്ങനെ ഇപ്പോൾ ഇതാ ഇവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പം പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഷോപ്പിലേക്ക് തന്നെയാണ് വരൽ നൈറ്റ് വാങ്ങാൻ. ഇപ്പോൾ എൻ്റെ 2 മാമാക്കും പിന്നെ ഉമ്മാക്കും നൈറ്റ് വേണമായിരുന്നു. പിന്നെ എനിക്കും കൂടി ഒന്ന് വാങ്ങാനുണ്ടായിന്. അങ്ങനെ ഇപ്പോൾ ഇതാ ഓരോന്നേ നോക്കിയെടുക്കുന്നതാണ് കേട്ടോ. ഇവിടെ കുറേ ഷോപ്പുണ്ട് ഇങ്ങനെ നൈറ്റി കിട്ടുന്നത്. പക്ഷേ ഈ ഷോപ്പിൽ മാത്രമാണ് എനിക്ക് നല്ല കളക്ഷൻ ഉണ്ടാവില്ല. നമുക്ക് ഏത് കളറിലും ഏത് പ്രിൻറ്റിലും ആണെങ്കിലും ഇവിടെ നിന്ന് തന്നെ കിട്ടലുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ ഇത് കൺഫ്യൂഷൻ ആവലാണ് കേട്ടോ. ഇവിടെ വന്നാൽ ഏതെടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അധികം വീഡിയോസിലെല്ലാം ഇടുന്നില്ലേ, അത് ഇവിടെ നിന്ന് തന്നെ വാങ്ങുന്ന നൈറ്റിയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഓരോന്നേ നോക്കിയെടുക്കുന്നതാണ്. പിന്നെ മാമാലധികം ഇങ്ങനെ വൈറ്റിൽ പ്രിൻറ്റ് വരുന്നല്ലേ ഇടൽ. അപ്പോൾ ഇതാ അങ്ങനെ അത് നോക്കിയിട്ട് എടുക്കുന്നതാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാ ഷോപ്പും വരുന്നത്. അതുകൊണ്ട് പർച്ചേസിങ്ങെല്ലാം എനിക്ക് എളുപ്പമാണ്. അടുത്ത് തന്നെ ആയതുകൊണ്ട് പിന്നെ കുറേ ദൂരമൊന്നും പോകാനില്ല. പിന്നെ നൈറ്റിയിൽ വാങ്ങിയതിന് ശേഷം പർദ്ദ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അതിനൊരു ഷോപ്പിൽ കയറി. പക്ഷേ ഇവിടെ അത്ര വലിയ കളക്ഷനൊന്നും ഉണ്ടായിട്ട് അത് വലിയ ഇഷ്ടമായിട്ട് അങ്ങനെ കളക്ഷനെല്ലാം എല്ലാം പഴയ മോഡലാണ് ഉണ്ടായത്. പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പിന്നെ വേറൊരു ഷോപ്പിലേക്ക് പോകുന്നതാണ്. അങ്ങനെ ഇതാ ഇപ്പോൾ വേറൊരു ഷോപ്പിലേക്ക് വന്നിട്ടാകുമ്പോൾ ഇവിടെ അത്യാവശ്യം കളക്ഷനെല്ലാം ഉണ്ട്. അങ്ങനെ ന്യൂ മോഡലായിട്ടുള്ളതൊന്നല്ല, പക്ഷേ ഉമ്മക്ക് വേണ്ടിയിട്ട് വാങ്ങാൻ വന്നതാണ്. അങ്ങനെ ഉമ്മ നല്ല മോഡേൺ ആയിട്ടുള്ളതൊന്നും ഇടില്ല, കുറച്ച് വർക്കെല്ലാം ഉണ്ട് അതിടും. അങ്ങനെ ഇപ്പോൾ ഇതാ ഓരോന്നേ നോക്കിയെടുക്കുന്ന. പിന്നെ ബ്ലാക്ക് പർദ്ദ മാത്രമേ കിട്ടൂ ഉമ്മ. അങ്ങനെ ഇപ്പോൾ ഇതാ നല്ല കളക്ഷനൊന്ന് നോക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇത് നല്ല രസമുണ്ടായിന്. അങ്ങനെ ഉമ്മാക്ക് വേണ്ടിയിട്ട് അത് സെലക്ട് ചെയ്ത്. അങ്ങനെ ഇപ്പോൾ ഇതാ പർച്ചേസിങ് ഏകദേശം പകുതിയെല്ലാം കഴിഞ്ഞ് കേട്ടോ. ഇങ്ങനെ ഡ്രസ്സും അങ്ങനത്തെ ഐറ്റംസെല്ലാം ഇപ്പോൾ വാങ്ങിയിട്ട് കഴിഞ്ഞ്. പിന്നെ നല്ല ഉണ്ടായിന്. നമ്മളിങ്ങനെ ഇത് ചൂടല്ലേ, ഇപ്പോൾ നല്ല ചൂടാണ് പുറത്തെല്ലാം. ചൂട് മുമ്പത്തേനേക്കാളും കുറഞ്ഞിന്. പക്ഷേ ഇപ്പോൾ പുറത്തെല്ലാം ഇറങ്ങുമ്പോഴല്ലേ ഇങ്ങനെ നമുക്ക് നല്ല ദാഹിക്കും ഇങ്ങനെ പുറത്തിറങ്ങുന്ന ടൈമിൽ. അപ്പോൾ ഇതാ നേരെ ഐസ്ക്രീമിൻ്റെ ഷോപ്പിലേക്ക് പോയതാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം ഐസ്ക്രീം വാങ്ങാനായിട്ട് അങ്ങനെ ഇതാ ഇപ്പോൾ ഐസ്ക്രീമെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഐഷുക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ അവളിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇതെല്ലാം കാണുമ്പോൾ. പക്ഷെ ഒന്നും കഴിക്കൊന്നുമില്ല. അവൾക്കിങ്ങനെ വേറെ തന്നെ ഒരു ഇഷ്ടമായി ഇങ്ങനെ പുറത്ത് പോയിട്ട് കഴിക്കാനെല്ലാം.
ഇനിയിപ്പോൾ ഇതാ ഒരു ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ. കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങാനുണ്ടായിന്. അങ്ങനെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇപ്പോൾ ഇതാ തന്നെ സോപ്പ്, പേസ്റ്റ് അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഇല്ലേ, അതെല്ലാം ഒന്ന് നോക്കി വാങ്ങുന്നതാണ് കേട്ടോ. പിന്നെ ഉമ്മ പറഞ്ഞിന് എന്തായാലും ലക്സ് സോപ്പ് വേണമെന്ന്. അങ്ങനെ ഇപ്പോൾ ഇതാ ഏതാ എടുക്കേണ്ടത് അറിയില്ല. ഇതിപ്പോൾ ഒരു പുതിയ ഫ്ലേവറിലൊന്ന് വന്നിട്ടുണ്ടായിന്, റെഡ് കളറ്. അത് നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇത് അതന്നെ വാങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇപ്പോൾ ഒന്ന് എടുക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ കോംബോ പാക്ക് തന്നെ എടുക്കുന്നതാണ്. ഞാൻ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ പിന്നെ എന്താ എടുക്കണ്ടേ ഇങ്ങനെ ഓരോന്നേ തിരഞ്ഞുകൊണ്ട് നിൽക്കലാണ് കേട്ടോ. ഏതാ ആവശ്യമുള്ളത് ഏതാ വേണ്ടാത്തത് ഒന്നും അറിയില്ല. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആവില്ല ഇവിടെ വന്നിട്ടാകുമ്പോൾ. പിന്നെ ഇങ്ങനത്തെ ഈ പൗഡർ ഇല്ലേ, ഈ ടാൽക്കം പൗഡർ, ഇങ്ങനെ ഇത് ഫ്രാഗ്രൻസ് ആയിട്ട് വരുന്നത് ഇങ്ങനത്തെ ഉമ്മ ഇടലുണ്ട്. പക്ഷെ ഉമ്മ ഇടൽ അധികം പോൺസിൻ്റെയാണ്. പക്ഷേ ദുബൈയിൽ നിന്നെല്ലാം കൊണ്ടുപോലും ഇങ്ങനെ അഞ്ചെന്തരണ്ടല്ലേ. ഇത് പണ്ടെല്ലാം ഒരു നൊസ്റ്റു ഫീലിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ സ്മെല്ല്. പണ്ടെല്ലാം ആരെങ്കിലും ഗൾഫിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ വരുന്ന ആ ടൈമിലെല്ലാം ഇങ്ങനത്തെ ഈ പൗഡർ കൊണ്ടുവരൽ. ഇതിൻ്റെ സ്മെല്ല് ശരിക്കും ഒരു നൊസ്റ്റു ഫീലിംഗ് ആണ് അതിൻ്റെ സ്മെല്ലെല്ലാം. പിന്നെ ഇതാ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് നോക്കിയാൽ ലക്സിൻ്റെ ഈ ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ടായിന്. ഇതാണ് കേട്ടോ ഞാനും യൂസ് ചെയ്യല്. ഇത് അത്യാവശ്യം നല്ലതാണ്, കുറച്ച് മാത്രമേ യൂസ് ചെയ്താൽ മതി. പിന്നെ ഹാൻഡ് വാഷ് ഓഫറിലുണ്ടായിന്. ഇത് സ്മെല്ലുണ്ടാവുമോ ഒന്നും അറിയില്ല, പക്ഷെ ഇത് വാങ്ങിയിന്. പിന്നെ ഇത് കംഫർട്ടോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിങ്ങനെ ഈ സൈഡിലേക്ക് വന്നതാണ്. പിന്നെ കംഫർട്ട് ഉണ്ടായിട്ടാണ്, ഡൗണി ഉണ്ടായിന്, അതൊന്ന് വാങ്ങിയിട്ടാണ്. ഇതും നല്ല സ്മെല്ല് തന്നെയാണ്. പിന്നെ ലിക്വിഡില്ലേ, നമ്മൾ ഈ ജെല്ലുണ്ടാകുന്നില്ലേ, ഇത് ക്ലോത്തെല്ലാം വാഷാക്കുന്നത്, ഇത് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. എൻ്റെത് കഴിഞ്ഞിട്ടുണ്ടായിന്. ഞാൻ ഈ ഏരിയലിൻ്റെ വാങ്ങൽ. ഇത് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഓഫറിൽ ഇങ്ങനത്തെ ചെരുപ്പും ഉണ്ടായി. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റുന്ന ചെരുപ്പില്ലേ, അതൊന്ന് നോക്കി വാങ്ങുന്നതാണ്. ഒന്ന് ഞാനും വാങ്ങി, പിന്നെ ഉമ്മാക്കും വേണ്ടിയിട്ട് വാങ്ങി. നല്ല സോഫ്റ്റായിട്ടുള്ള ചെരുപ്പാണ്. എനിക്കിങ്ങനെ സോഫ്റ്റായിട്ട് ഇത് ഉള്ളിൽ നിന്ന് ഇടാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല ഫാൻസി കളക്ഷൻസും ഉണ്ടായിന് കേട്ടോ. ഇവിടെ നല്ല കളക്ഷനൊന്നും ഉണ്ടായിന്. പക്ഷെ ഞാൻ അതൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയത് മാത്രമാണ്. ഇങ്ങനെ ബാഗിൻ്റെ സൈഡിലേക്കെല്ലാം നോക്കുമ്പോൾ അല്ലേ, ഇങ്ങനെ ഒരു വെറൈറ്റി ഒരു ബാഗ് ഉണ്ട് കേട്ടോ. ഇത് പുതിയതായിട്ട് ഇപ്പോൾ കാണുന്നത്. ഇത് എന്തിനോട് ഉണ്ടാക്കിയാന്നറിയില്ല. നമ്മൾ നാട്ടിലെല്ലാം കാണുന്നില്ലേ അങ്ങനത്തെ ടൈപ്പ്, ഇങ്ങനെ പാത്രങ്ങളും മറ്റൊരു കൊട്ട അങ്ങനത്തെ എല്ലാം ടൈപ്പില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള ബാഗാണ് കേട്ടോ. അതിന് എന്തിനോട് ഉണ്ടാക്കിയത് അറിയില്ല. കാണുമ്പോൾ ഒരു വെറൈറ്റി ലുക്ക് തോന്നി. പക്ഷെ ആര് വാങ്ങിയിട്ട് ഇടുമെന്നൊന്നും അറിയില്ല. അങ്ങനത്തെ ടൈപ്പ് ഭയങ്കര ഹാർഡായിട്ടുള്ളതാണ്. അങ്ങനെ സോഫ്റ്റ് ഒന്നുമല്ല, ഭയങ്കര ഹാർഡായി ബാഗ്. നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വേണ്ട ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം വാങ്ങി. പിന്നെ ഒരു കംഫർട്ട് വാങ്ങാനുണ്ടായിന്. അങ്ങനെ ഇപ്പോൾ ഏതാ നല്ല ക്വാളിറ്റി ഒന്ന് നോക്കിയിട്ട് എടുക്കുന്നതാണ്. ഇവിടെ ആകുമ്പോൾ നല്ല ചെറിയ റേറ്റിന് കംഫർട്ട് കിട്ടും. അധികം ഇത് നല്ല തടിയുള്ള കംഫർട്ടൊന്നുമല്ല കേട്ടോ. നല്ല രസമാണ് ഇവിടുത്തെ കംഫർട്ടെല്ലാം. പിന്നെ ഞാനിതാ ഈ ഒരു മാറ്റ് നല്ല ലുക്ക് കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. കാണുമ്പോൾ ഒരു റോയൽ ലുക്കെല്ലാം ഉണ്ടായിന്. വീട്ടിലേക്ക് അയക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. നല്ല രസം ഉണ്ടായിന് അത് കാണാനും വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പെർഫ്യൂംസ് എല്ലാം നോക്കി. അത്യാവശ്യം ഇത് വലിയ ക്വാളിറ്റിയിലൊന്നും കിട്ടൂല, പക്ഷേ ഇങ്ങനെ നമുക്ക് ആർക്കും ഗിഫ്റ്റ് കൊടുക്കാനെല്ലാം നല്ലതാണ്. ഇങ്ങനെ കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും. പിന്നെ അധികം ലോങ് ലാസ്റ്റിങ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അങ്ങനെ നല്ല സ്മെല്ലെല്ലാം നോക്കിയിട്ട് എടുക്കുന്നതാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് മേക്കപ്പിൻ്റെ ഐറ്റംസിനെല്ലാം. ഇത് നല്ല ബ്രാൻഡഡ് ഒന്നും അല്ലാന്ന് തോന്നുന്നു കേട്ടോ, പക്ഷെ കാണാൻ നല്ല രസമാണ്, കുറേ കളർഫുള്ളെല്ലാം ആയിട്ട്.
അങ്ങനെ ഇപ്പോൾ ഇതാ ഇവിടുന്ന് വാങ്ങേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി പിന്നെ ഇത് ബില്ലടിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഇവിടെ ഷോപ്പ് എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെ, അധികം ദൂരമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നടക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് പിന്നെ റൂമിൽ വെച്ചതിന് ശേഷം പിന്നെ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നതാണ് കേട്ടോ. പിന്നെ എല്ലാം ഒന്നിച്ചിങ്ങനെ കൊണ്ടുപോകാൻ കുട്ടികളുണ്ടാകുമ്പോൾ കുറച്ച് പാട് തന്നെയാണ്. അതുകൊണ്ട് റൂമിൽ സാധനങ്ങളെല്ലാം വെച്ചിട്ട് പിന്നെ അതിലെ ഷോപ്പിങ്ങിന് വരുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് വാങ്ങാനുണ്ടായത് കുറച്ച് ചോക്ലേറ്റ്സും നട്ട്സെല്ലാം വാങ്ങാനുണ്ടായിന്. അങ്ങനെ ഇപ്പോൾ ഇതാ നട്ട്സും ചോക്ലേറ്റെല്ലാം ഒന്നിച്ച് കിട്ടുന്ന ഷോപ്പിലേക്ക് തന്നെ വന്നതാ. ഇവിടെ ആകുമ്പോൾ നമുക്കിങ്ങനെ തൂക്കി വാങ്ങിക്കാൻ പറ്റും. നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര തൂക്കി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വാങ്ങാം. നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാ അത് എടുക്കാം കേട്ടോ. അങ്ങനെ ചോക്ലേറ്റ്സ് ആയാലും അങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ കഴിച്ച് നോക്കിയിട്ട് ഏതാ ഇഷ്ടപ്പെട്ടത് അത് ഇങ്ങനെ കിലോ കണക്കിന് വാങ്ങുന്നതാണ് കേട്ടോ. അങ്ങനെ വെയിറ്റ് നോക്കിയിട്ട് വെയിറ്റിനനുസരിച്ചിട്ടുള്ള റേറ്റും തന്നെയാണ്. ഓരോ ചോക്ലേറ്റിനും ഓരോ റേറ്റാണ് ഇവിടെ. അങ്ങനെ പർച്ചേസിങ്ങെല്ലാം കഴിഞ്ഞ് കുറേ ലേറ്റായി. പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇന്ന് KFCയിലേക്ക് പോയതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറേ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിട്ട് ആകെ ടയേർഡായിട്ടുണ്ടായതാണ്. അങ്ങനെ ഇപ്പോൾ KFC കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇനി പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോകുന്ന. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. പുതിയതായിട്ട് വന്നവരൊന്നും മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.